ഇഷ്ടദാനം പിന്നീട് ഇഷ്ടക്കേടാകുമ്പോൾ. മലയാള മനോരമ 2024 മെയ് 20 തിങ്കൾ. പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ നടക്കുന്നില്ലെന്നതാണ് മിക്കവരുടെയും ന്യായം. സ്വന്തം പേരിലുണ്ടായിരുന്ന വസ്തുവകകൾ ഇഷ്ടദാനമായും മറ്റും മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നൽകിക്കഴിഞ്ഞാൽ വയസ്സായി ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളെ നടതള്ളാനുള്ള സാധ്യത 10-ൽ 9 എന്ന നിലയിൽ കൂടുമെന്നതാണ് അനുഭവം. ഇതു തടയാൻ രാജ്യത്ത് നിയമമുണ്ട്. ഒരു ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയ നിക്ഷേപങ്ങളും സ്വത്തുക്കളും പങ്കുവെക്കുന്ന കാര്യത്തിൽ മക്കളോടും ബന്ധുക്കളോടും സ്നേഹവാത്സല്യങ്ങൾ വയസ്സുകാലത്ത് അതിരുകടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 2007 പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് നിയമം. സംരക്ഷണ നിയമ ലംഘനങ്ങൾക്കെതിരെ കോടതി ഇടപെടലുകളില്ലാതെ തന്നെ അന്വേഷണം നടത്തുന്നതിനും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനും അധികാരമുള്ള കൊഗ്നൈസബിൾ എന്ന നിലയിൽ ശക്തമായ നിയമമാണിത്. 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് സമാനമായ അധികാരങ്ങളുള്ള ട്രൈബ്യൂണലുകൾ നിയമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 60 വയസ്സു കഴിഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി പരിഗണിക്കുക. പ്രായാധിക്യത്തിന്റെ ക്ലേശം അനുഭവിക്കുന്ന അശരണരായ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കരുതലും പരിചരണവും ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. മാന്യമായ രീതിയിൽ ജീവിക്കാൻ സ്വന്തമായ വരുമാനമോ ആസ്തികളോ ഇല്ലാതെ വരുന്ന അവസരത്തിലാണ് മുതിർന്ന പൗരന്മാർ അശരണരാകുന്നത്. നിയമത്തിന്റെ 5-ാം വകുപ്പ് പ്രകാരം മാതാപിതാക്കൾക്ക് സ്വന്തം കുട്ടികളിൽ നിന്നോ പേരക്കുട്ടികളിൽ നിന്നോ പരിചരണം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷിക്കാം. ഇഷ്ടദാനം നൽകുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിക്ഷേപങ്ങളും സ്വത്തുക്കളും പങ്കുവെക്കുന്ന കാര്യത്തിൽ മുതിർന്ന പൗരന്മാർ കരുതലോടെ നീങ്ങണം. പ്രായമാകുമ്പോൾ സംരക്ഷിച്ചുകൊള്ളും എന്ന് പ്രതീക്ഷയർപ്പിച്ച് മക്കൾക്കും മറ്റ് അനന്തരാവകാശികൾക്കും എഴുതി നൽകിയ വസ്തുവകകൾ റദ്ദു ചെയ്ത് തിരികെ എടുക്കുന്നതിന് സംരക്ഷണ നിയമത്തിൽ ശക്തമായ വകുപ്പുണ്ട്. സ്നേഹവാത്സല്യം, ഇഷ്ടദാനം തുടങ്ങി പറഞ്ഞു പഴകിയ കാരണങ്ങൾ എഴുതി പിടിപ്പിക്കാതെ വസ്തുവകകൾ നൽകുന്നതിൻ്റെ യഥാർത്ഥ കാരണം വയസ്സുകാലത്തെ തങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണെന്ന് ആധാരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. സംരക്ഷണം ലഭിക്കേണ്ട വ്യക്തികൾക്ക് അത് ലഭിക്കുന്നതിൽ പോരായ്മകൾ അനുഭവപ്പെട്ടാൽ വസ്തു കൈമാറ്റം റദ്ദ് ചെയ്ത് തിരിച്ചെടുക്കുമെന്നുകൂടി എഴുതണം. നിയമസാധ്യത ഉറപ്പാക്കാൻ സംരക്ഷണ നിയമത്തിന്റെ 23-ാം വകുപ്പ് പ്രകാരമായിരിക്കും വസ്തുവകകൾ തിരികെ പിടിക്കുന്നതെന്നും എഴുതണം. സാമൂഹിക നീതി വകുപ്പിനു കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രൈബ്യൂണലുകളിലോ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ മുഖേനയോ അപേക്ഷ നൽകി പരിഹാര നടപടികൾ സുഗമമാക്കാം. മാതാപിതാക്കളെ ഇത്തരത്തിൽ അവഗണിക്കുമ്പോൾ വസ്തുവകകൾ എഴുതി വാങ്ങിയത് വഞ്ചനാപരമെന്നോ ബലാത്കാരമെന്നോ അന്യായ സ്വാധീനമെന്നോ ഒക്കെയുള്ള കാരണങ്ങൾ ചുമത്തി ആധാരം റദ്ദു ചെയ്ത് വസ്തുവകകൾ അവർക്ക് തിരികെ നൽകാൻ പര്യാപ്തമാണ് ഈ നിയമം. സാധാരണ നിയമ നടപടികളുടെ നൂലാമാലകളില്ലാതെ വസ്തുക്കൾ തിരികെ പിടിക്കാം. തർക്കം ബന്ധുക്കൾ തമ്മിലാകുമ്പോൾ അനുരഞ്ജനത്തിനായും ഒത്തുതീർപ്പിനായും റിക്കൺസിലിയേഷൻ ഉദ്യോഗസ്ഥർ, മറ്റ് പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ട്രൈബ്യൂണലുകൾ സാമൂഹിക സുരക്ഷാ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. വിധികൾ തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിന് അപ്പലറ്റ് ട്രൈബ്യൂണലുകളും ഉണ്ട്.